വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് നാളായി ഈ മുസ്ലിം വിഭാഗത്തിനും ക്രൈസ്തവർക്കും എതിരെയൊക്കെ വാളെടുത്തുകൊണ്ട് രംഗത്ത് വരാൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള ചില തന്ത്രങ്ങളുമായിട്ട് ഒരു വെളിച്ചപ്പാടായിട്ട് രംഗത്ത് വരാറുണ്ട്. അങ്ങനെ രംഗത്ത് വരുന്ന വെള്ളാപ്പള്ളി നടേശന് രാഹുൽ ഈശ്വർ നല്ല മറുപടി കൊടുത്തങ്ങ് ഇരുത്തിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിന്റെ മറുപടി വളരെ പ്രധാനം തന്നെയാണ്. രാഹുൽ ഈശ്വർ ചോദിക്കുന്നു, അതായത് വെള്ളാപ്പള്ളി പറയുന്നത് ഈ മുസ്ലിം വിഭാഗത്തിന് സ്കൂളുണ്ട്, കോളേജുണ്ട്, ക്രൈസ്തവർക്ക് സ്കൂളുണ്ട്, കോളേജുണ്ട്, ഈഴവ വിഭാഗത്തിന് അതില്ല, ഇതില്ല. അതാരുടെ കുഴപ്പം? നായന്മാർക്ക് കോളേജില്ല, അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഉള്ളത് നേരെ നോക്കി നടത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് മുസ്ലിം വിഭാഗത്തിന്റെ കുഴപ്പമാണോ? അത് ക്രൈസ്തവരുടെ കുഴപ്പമാണോ? മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം, കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രൈസ്തവർ എന്നുള്ള രീതിയിൽ ഇതാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. രാഹുൽ ഈശ്വർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് വരുന്നത് തടയുക എന്നുള്ളതാണ്. അതായത് 2026 കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് പരക്കെ ഒരു വിലയിരുത്തലുണ്ട്. അതിനെ തടയുക, അതിനെ തടയുന്നതിന് വേണ്ടിയാണ് ഈ ന്യൂനപക്ഷ സമുദായത്തെ മുസ്ലിം വിഭാഗം ഈ കൂടുതലായിട്ട് UDF വലിയ ആധിപത്യം ചെലുത്തുന്നു എന്നുള്ളത് വരുത്തി തീർക്കുന്നു. അല്ലെങ്കിൽ അവര് മലപ്പുറം മുഴുവൻ ഭരിക്കുന്നു, ഈഴവ സമുദായത്തിനോ മറ്റു സമുദായത്തിനോ ഹൈന്ദവ സമുദായത്തിനോ ഇവിടെ സ്ഥാനമില്ലാത്ത രീതിയിലാക്കി മാറ്റുന്നു എന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് അതിലൂടെ CPM-ന്റെ ഭരണം തുടരുക, BJP-യെ വളർത്തിക്കൊണ്ടുവരിക. BJP 2026 അധികാരത്തിൽ വരാൻ പോകുന്നില്ലെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ സുരേന്ദ്രൻ പറഞ്ഞ എന്താ ഒരു മാജിക് വല്ലതും ഇനി ഇവിടെ സംഭവിക്കണം. എന്തായാലും രാഹുൽ ഈശ്വർ കൃത്യമായ ഒരു മറുപടി കൊടുത്തു. ഇതില് ചില വൈദികർ തന്നെ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളി SNDP സമുദായത്തിന്റെ ഒരു മുതലാളിയാണ്, സമ്മതിച്ചു. ആ സമുദായത്തിന് വേണ്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രവർത്തിക്കാം, കാര്യങ്ങൾ പറയാം. പക്ഷെ മറ്റു മതസ്ഥരെ അപമാനിക്കരുത്, നിന്ദിക്കരുത്, ബഹുമാനിച്ചില്ലെങ്കിലും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നാണ് ചില വൈദികർ പോലും പറയുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, മലപ്പുറത്ത് കത്തിച്ചത് വെള്ളാപ്പള്ളിയുടെ കോലമല്ല, ഈഴവരുടെ കോലമാണ് എന്ന്. അത് രാഹുൽ ഈശ്വർ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് വെള്ളാപ്പള്ളിയുടെ കോലം തന്നെയാണ്. ഈഴവരുടെ നേരെയൊന്നും മറ്റു മതസ്ഥരൊന്നും ഒരു തരത്തിലുള്ള ആക്രമണവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഇവിടെ ഈഴവ സമുദായത്തിലുള്ള അതായത് SNDP-യുടെ അമരക്കാരനായിട്ടിരിക്കുന്ന അദ്ദേഹം ഈഴവ വിഭാഗത്തിനെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട എന്നുള്ള രീതിയിലാണ് മറ്റു മതസ്ഥരെ അപമാനിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കീർത്തനങ്ങളൊക്കെ തന്നെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് മറ്റു മതസ്ഥരുണ്ട്. അവരൊക്കെ തന്നെ അവരാരും തന്നെ ശ്രീനാരായണ ഗുരുദേവന് നിന്ദിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ മർത്തോമ സഭയിലുള്ള മാർ തിയോഡിയോഷ്യസ് എപ്പിസ്കോപ്പ, അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം ഞാൻ അറിഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കുറിച്ചാണ്. അത് വെള്ളാപ്പള്ളി നടേശന് അറിയാമോ? അതിനെന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? ഈ ഹൈന്ദവരിൽ എത്ര പേരുണ്ട് ഈ SNDP-യില് ഈ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തി എത്ര ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള എത്ര പേരുണ്ട്? അപ്പോൾ ഈ മർത്തോമ സഭയിലുള്ള അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനോട് കാണിക്കുന്ന ആദരവ് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ചോദ്യം. വളരെ പ്രസക്തമാണ്. മുസ്ലിം വിഭാഗത്തിന് സ്കൂളുകൾ ഇത്ര ഉണ്ടായി, അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹൈന്ദവർക്ക് അതില്ല, മലപ്പുറത്ത് സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മെക്കിട്ട് കയറുന്നത് എന്തിനാണ്? ഞാനൊരു ഉദാഹരണം പറയാം.
ഇപ്പോൾ തിരുവനന്തപുരം നഗരഹൃദയത്തിലാണ് ഈ പരുത്തിപ്പാറ, നാലാഞ്ചിറ ഈ രണ്ട് സ്ഥലങ്ങൾ. രണ്ടും 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പരുത്തിപ്പാറയിൽ ഇരിക്കുന്ന ഒരു NSSന്റെ ഒരു കോളേജുണ്ട്, മഹാത്മാഗാന്ധി കോളേജ്, MG കോളേജ്. ഏതാണ്ട് ഒരു 10-75 വർഷം പഴക്കമുണ്ട്. അതിന് തൊട്ടപ്പുറത്താണ് മാർ യുവാനിയസ് കോളേജ്, മലങ്കര സഭയുടെ കീഴിലുള്ള. അതിനകത്ത് അതൊരു വലിയ വിദ്യാഭ്യാസ സമുച്ചയമാണ്. നിരവധി സ്കൂളുകൾ, CBSE, ICSE, കേരള സിലബസ്, ട്രെയിനിങ് കോളേജ്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, MBA, പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അങ്ങനെ വളരെ വിപുലമായിട്ട് എത്രയോ ഏക്കറിൽ നിറഞ്ഞു കിടക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ടത് സൂക്ഷിച്ച് അവിടത്തേക്ക് തന്നെ അഡ്മിഷന് പോലും തന്നെ വലിയ തിക്കും തിരക്കുമാണ് ഉണ്ടാകുന്നത്. തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന MG കോളേജ് എന്ന് പറയുന്നത് ഈ മനുഷ്യർ കയറാതെ കിടക്കുന്ന ഒരു ശ്മശാനം പോലെ. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നായന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ശ്മശാനമാണോ എന്നൊരു സംശയം തോന്നിപ്പോകും. ഇതിപ്പോ SNDPയുടെ ഒട്ടും മോശമൊന്നുമല്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം, അവിടെ എങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാക്കാം, ഇതൊന്നും ക്രൈസ്തവ വിഭാഗത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവർ കാണിച്ചു തരും. വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ക്രൈസ്തവരിൽ നിന്നാണെന്നുള്ളത് അത് മനസ്സിലാക്കണം. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരിലാണല്ലോ ഉള്ളത്. NSS, SNDP എന്നൊക്കെ പറയുന്നത് ചാക്കിൽ പണം കെട്ടിവെക്കത്തേ ഉള്ളൂ. അത് കോളേജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റ് മതസ്ഥരെ കുറ്റപ്പെടുത്തുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്വന്തം കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ജില്ല ഇന്നവർക്ക് വേണ്ടിയാണ് എന്ന് തിരിക്കുമ്പോൾ അത് കൂടുതൽ ഒരു മതവൈര്യം സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു ജില്ലയും ഒരുത്തർക്കും വേണ്ടിയും കേരളത്തിൽ വീതം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞ് മലപ്പുറം ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെതായി എന്നാണ് പറയുന്നത് രാഹുൽ ഈശ്വർ. ശരിയാണ്, രാഹുൽ ഈശ്വറിന്റെ ചോദ്യങ്ങൾക്ക് വെള്ളാപ്പള്ളി മറുപടി പറയണം. ഇത് വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് ഇതിന്റെ പിന്നിൽ എപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് കോൺഗ്രസിനകത്ത് വലിയ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്, അത് സമ്മതിക്കാം. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അത് അനുവദിക്കരുത്. കോൺഗ്രസിനെ ഭരിക്കുന്നത് ലീഗ് ആയിരിക്കരുത്. അതിലൂടെ ലീഗ് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതും പാടില്ല. പക്ഷെ മറ്റ് മതസ്ഥരെ അതിൻ്റെ പേരിൽ മതസ്ഥരെ ഇത്തരത്തിൽ നിന്ദിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് ഒരു ഭൂഷണമല്ല എന്നോർക്കണം എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.